എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു മന്ത്രവാദികൾ പ്രഡിക്ഷൻസ് നടത്തുന്നത്? വളരെ ഇലാബറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്, വളരെ വൈഡ് സബ്ജക്റ്റാണ്. സാധാരണ കണക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇതിനെപ്പറ്റി ഒരു ചെറിയ റിസർച്ച് നടത്തി, അതിൻ്റെ ഫലത്തിലാണ് ഞാൻ പറയുന്നത്. മുസ്ലിം തൊപ്പിയിട്ട മുസ്ലിം മന്ത്രവാദികളും താടി വളർത്തിയ ഹിന്ദുക്കളിലെ മന്ത്രവാദികളും അങ്ങനെ പല പല മതത്തിലും അവരുടെ വേഷത്തിനുള്ള മന്ത്രവാദികളുണ്ട്. ഇവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് നിങ്ങളുടെ ഭാവി പ്രവചിക്കും, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റിത്തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഒന്നല്ല, ഇവരൊരു ജിന്നിനെ കൈവശപ്പെടുത്തും. ഇവർ ആ ജിന്നിന് വേണ്ട ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കും. പുറമേ നല്ല താടിയും തൊപ്പിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവർ ജിന്നിന് വേഴ്ച ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യും? ജിന്നിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ചില തന്ത്രങ്ങളും താന്ത്രികങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ജിന്ന് എന്ത് ചെയ്യും? ഇവരെ മനസ്സിലോട്ട് ഇങ്ങനെ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പം മന്ത്രവാദി നമ്മളടുത്ത് ചോദിക്കും. അപ്പം മുസ്ലിമായ ഒരു ഉസ്താദിൻ്റെ രൂപത്തിലിരിക്കുന്ന മന്ത്രവാദി ആവാം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇവർ വന്നിട്ട് നിങ്ങളുടെ പേര് വയ്ക്കും, നിങ്ങളുടെ ഉമ്മാരെ പേര് വയ്ക്കും. അപ്പം ജിന്നിന് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. അപ്പോൾ ജിന്ന് പറഞ്ഞു കൊടുക്കും, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിനുള്ള മന്ത്രവാദങ്ങളും ജിന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. കുറച്ച് മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ജിന്നിൻ്റെ ഹെൽപ്പിലൂടെയാണ് ചെയ്യുന്നത്. അവർ നടത്തുന്ന പ്രഡിക്ഷൻസ് ജിന്ന് കൊടുക്കുന്ന പ്രഡിക്ഷൻസ് ആണ്. ഇപ്പം ഇവിടെ നിന്നിട്ട് അമേരിക്കയിൽ നിൽക്കുന്ന ഒരാളിനെ പറ്റി പറയാനും അയാളുടെ തടസ്സങ്ങൾ പറയാനും അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ജിന്ന് അവിടെ വളരെ ഫാസ്റ്റായിട്ട് ജിന്ന് ഇത്ര ഇൻഫർമേഷൻസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ഇൻഫർമേഷനും ജിന്ന് പാസ് ചെയ്ത് കൊടുക്കും. ജിന്നിന് പവറുണ്ട്. ജിന്നിനെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജനങ്ങൾ ഇങ്ങനെയുള്ള ആളുകളടുത്ത് പോകരുത്. വളരെ സത്യസന്ധമായി ഖുർആനിക് ആയത്തുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വളരെ വളരെ ചുരുക്കമാണ്. ഭൂരിപക്ഷം പേരും ഈ വളരെ മ്ലേച്ഛമായ രീതിയിലൂടെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. താങ്ക് യു.